നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയൊരു വർക്കായിരുന്നു. ഒരു റൂമും അവരുടെ കിച്ചൺ ആൻഡ് ബാത്റൂം അതായിരുന്നു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കിട്ടിയതായിരുന്നു. പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂർ വർക്ക് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇന്ന ഡേറ്റിലുണ്ട്, ആ ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഡേറ്റിൽ പോയിട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോസ് എല്ലാ വീഡിയോസും നമ്മൾ എടുത്ത് വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് കാണിക്കുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡസ്റ്റിങ് ഉണ്ടായിരുന്നു. കാരണം കുറേ നാളായിട്ട് അവിടെ ക്ലീനിങ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഓണർ നല്ല തിരക്കും കാര്യങ്ങളും ഉള്ള ഒരാളാണ്. അപ്പോൾ അവർ ഏൽപ്പിച്ച് പോകും, പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർ ചെയ്തിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലീനിങ് ആക്കാൻ വേണ്ടി നമ്മൾ പറയുമല്ലോ അവരുടെ അടുത്ത് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ തിരക്ക് പിടിച്ചു, ഒരുപാട് ബിസി ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമ്മുടെ ജോലിയിൽ നമ്മൾ എത്രത്തോളം തിരക്ക് പിടിച്ചാണ്. അന്നേരം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഞങ്ങളുടെ ജോബ് ഏറ്റവും അത്യാവശ്യമായി വരിക. ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, സത്യത്തിൽ ഇന്നൊരു ലീവ് ഡേ ആയിരുന്നു അവർക്ക് ഞാൻ കൊടുത്തത്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു വർക്ക് വന്നിട്ടുണ്ട്, നാളെ നമ്മൾ തൃശ്ശൂർ വർക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് വരൂ, അപ്പോൾ അതുകൊണ്ട് നമുക്കിതങ്ങ് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓക്കെ നമുക്കെന്നാൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളെത്താം എന്ന് പറയും. ഞങ്ങൾ എത്തിയ സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. പമ്പിനെന്തോ മോട്ടറിനെന്തോ വർക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ കുറേ നേരം ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ ഈ വർക്ക് തുടങ്ങുന്നത് ഒരു 2 PM ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വർക്ക് തുടങ്ങണം. വെള്ളമില്ലാതെ ഒരു കളി നടക്കുകയല്ല. നമ്മുടെ വർക്കിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ വെള്ളമൊക്കെ വന്ന് 2 മണിയായപ്പോഴത്തേക്കാണ് നമ്മൾ ഈ വർക്ക് തുടങ്ങിയത്. ഏകദേശം 9 മണിയായപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഡസ്റ്റിങ്ങും കാര്യങ്ങളും നന്നായിട്ട് മാറാലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഡോറിൽ ഇങ്ങനെ പിടിച്ചിട്ട് അഴുക്കായതാട്ടോ. അത് മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്ത് ഒക്കെ നോക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോ മൂലയും മുക്കും മൂലയും ഡസ്റ്റിങ് ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഒരു നല്ല മഴ ദിവസവും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഞങ്ങൾ ചെന്ന വഴി ജനാലകളൊക്കെ എല്ലാം തുറന്നിട്ടിട്ടാണ് ക്ലീനിങ് തുടങ്ങിയത്. ഞാൻ ആക്ച്വലി വീട്ടിലിരിക്കുകയല്ലായിരുന്നു, മടി പിടിച്ച്. പിന്നെ ഇതെൻ്റെ വീടിന് അടുത്തുള്ളൊരു വർക്കും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ നല്ല ഡ്രസ്സൊന്നും എടുത്തിട്ട് പിന്നെ ഇത് എന്നെ ഏൽപ്പിച്ച ചേച്ചിയെ എനിക്ക് അറിയാം. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു വ്യക്തിയും കൂടെ ആയതുകൊണ്ട് നമ്മളങ്ങോട്ട് ഓക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ ഡ്രസ്സൊന്നും പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്നതല്ല, വീട്ടിൽ യൂസ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഈ വർക്ക് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ കൊണ്ട് എടുപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് പ്രാക്ടീസ് ആവട്ടെ. ഞാനില്ലാത്ത പ്രസൻസിൽ അവർ ചെയ്യാൻ പഠിക്കണമല്ലോ. കണ്ടോ, ഈ ഡോറ് സത്യം പറഞ്ഞ ആഴ്ച അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ വെറുതെ തുടച്ചിട്ട് കാര്യമില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്ക്രബിട്ട് ഉരയ്ക്കരുത് കേട്ടോ. സ്ക്രബിട്ട് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പാട് വീണ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചെളി എന്ത് ചെയ്യും, അതിനകത്ത് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞും വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആണെങ്കിൽ അത് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ, നല്ല വൃത്തിയായി. ഇങ്ങനെ എപ്പോഴും നമ്മൾ കൈ പിടിക്കുന്നതുകൊണ്ടാണ് അവിടെ അതിന് ഡോണ്ട് ടച്ച് മീ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചാൽ ആരും ഡോറ് പിടിക്കില്ല. അതിൻ്റെ ഒരു കുഴയുണ്ട്, ആ കുഴയിൽ പിടിച്ചിട്ടാണ് നമ്മൾ സ്വതവേ ഡോറ് തുറക്കേണ്ടത്. അങ്ങനെ ഞങ്ങളുടെ വർക്കെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും, ഇടയ്ക്കുള്ള വീഡിയോസൊന്നും നമ്മൾ എടുക്കില്ല കേട്ടോ, കാരണം അതിനുള്ള ടൈം ഉണ്ടാവില്ല. കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കണ്ടോ രാത്രിയായി, കണ്ടോ രാത്രി പുറമേ കണ്ടോ ഇരുട് പിടിച്ചിരിക്കുന്നത്. ഒരു സമയമായി. അപ്പോഴത്തേക്കും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ലനു ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു, കഴിഞ്ഞുവെങ്കിൽ ജസ്റ്റ് അവിടെ പറഞ്ഞിട്ട് പോക്കൂ, കാരണം അപ്പുറത്ത് അവരുടെ പണിക്കാരുണ്ട്, അപ്പോൾ അവിടെ പറഞ്ഞിട്ട് വെക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ചെയ്തത്. പിന്നെ ഈ വീഡിയോ സത്യം പറഞ്ഞ് ഞാൻ എടുക്കാൻ വിട്ടുപോയി, ആഫ്റ്റർ വീഡിയോ. എന്നിട്ട് പിന്നെ രണ്ടാമത് തിരിച്ച് കയറി ചെന്നിട്ട് മറ്റാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെയാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ വർക്കും നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് എത്ര ചെറിയ വർക്കാണെങ്കിലും എത്ര വലിയ വർക്കാണെങ്കിലും അത് ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ. എനിക്ക് ഏത് വർക്ക് കിട്ടിയാലും അത് പുതിയ എക്സ്പീരിയൻസാണ്. അത് ഏറ്റവും നന്നായി ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് കേട്ടോ. കാരണം എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം അവർ മെൻ്റലി ഹാപ്പി ആയിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഹാപ്പിയാക്കാൻ മാക്സിമം ഞാൻ നോക്കും. കാരണം എനിക്കവർ ഹാപ്പി ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ അടുത്ത് സംസാരിക്കാറുണ്ട് കേട്ടോ.
ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഓരോ കസ്റ്റമേഴ്സും എനിക്ക് വരുന്ന ഓരോ വർക്കും എനിക്ക് അത്രത്തോളം ഫേവറബിളാണ്. പിന്നെ അവരുമായിട്ടുള്ള കോണ്ടാക്ട്സ് എപ്പോഴും ഞാൻ സൂക്ഷിക്കും. നല്ല കോണ്ടാക്ട്സ് എപ്പോഴും ഞാൻ സൂക്ഷിക്കും. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഈ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 ഇയേഴ്സായി. ബട്ട്